ಸರ್ ಲೈವ್ ಸ್ಟಾರ್ಟ್ ಆಗಮ್ಮ. ಎಂದರೆ ಲೈವ್ ಸ್ಟಾರ್ಟ್ ಆಗಮ್ಮ. ಎಂದರೆ ಲೈವ್ ಸ್ಟಾರ್ಟ್ ಆಗಮ್ಮ ಅಂತ കേട്ടിട്ടില്ല എന്ದರೆ ലൈവ് ನಾನಿಪ್ಪ ಇದು ಈ ಆಕ್ಟಿವಿಟಿ ನಿಂಗೆ ಎಂದರೆ ಅಂತ ಅರ್ಥ ಇಟ್ಟಿಕ್ಕು ಎಂದರത്തെ ವಿಷಯത്തിൽ ನಾನು ಡಿಸ್ಕಷನ್ ಹಾಕರೇಜು ನಿಂಕಿಪ್ಪ ಲೈವ್ ಸ್ಟಾರ್ಟ್ ಹಾಕಮ್ಮ ಅಂತ ಅದು ಇದೆಲ್ಲ ನಿಂಗೆ ಕೇട്ടിട്ടില്ല റൈറ്റ് നന്റെ ഈ ആക്ടില് നക്കത് കേൾക്കാത്ത പോലെ ആക്കി ನಾನು ಹಾಕಿയത് അതേ ടൈപ്പിലും നഗലെ മുക്തുമക്ക അങ്ങനെ മെഡിക്കൽ റീസണിൽ രണ്ടാമത്തെ റീസൺ ആയിട്ടിരിക്കുന്നത് ഓഡിറ്ററി ഇമ്പയർമെന്റ്, അതായത് കേൾവി സംബന്ധമായിട്ടുള്ള ഇഷ്യൂ സമസ്യ. അങ്കി ഇനി ഏത് ടൈപ്പിലും ഏത് ഞങ്ങൾ കേട്ടെങ്കിലും അങ്ങ എന്തിരെ ആ ഒരു ടൈപ്പിലുള്ള സിംറ്റംസ്. അപ്പൊ ഇതിന്റെ ಬಗ್ಗೆ നമുക്കൊന്നു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആസ് എ പാരൻസ് ചൊല്ല രീതിയിൽ ഒരു കിടാവുകോ കേൾവി സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാ ഇല്ലേ എങ്ങനെ നമുക്ക് അർത്ഥാക്കാം. ചൊന്നെങ്കിൽ ഇത് കറക്റ്റ് മ്യൂട്ടായിട്ട് അങ്ങനെ ഒബ്സർവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഒരു വിഷയിപ്പിക്കാം. അപ്പൊ അതില് ആ ഒരു ലെവലില് കറക്റ്റ് അങ്ങ് ഒബ്സർവ് ആക്കിയെങ്കിൽ ഈ കിടാവുകു അതായത് കേക്കരുതൽ ഇയറിൽ എന്തോ സംതിങ് പ്രോബ്ലംസ് ഉണ്ട് ചെന്നിട്ട് നമുക്ക് അർത്ഥാക്കാം. അതിൽ ഒന്നാമത്തേത് ഈ മക്ക ചൊന്നെങ്കിൽ ജോറായിട്ടിക്കറ ലൗഡായിട്ടിക്കിങ്ങ അവൾക്ക് വരേ അവനുക്ക് അത് കേക്കില്ലല്ലേ. ഈ മുട്ട ഇന്നങ്ങക്ക് എന്താ അത് കറക്റ്റ് ഫീൽ ആവും. മെല്ലെ മുണ്ടല എന്തിരല്ല ನಾ ಮೆಲ್ಲ ಮುಂಡಿಯುಳ್ಳೆ ನಾ ಇತರ ಮೆಲ್ಲ ಮುಂಡಿಯುಳ್ಳೆ ಮೆಲ್ಲ ಮುಂಡಲ ನಿಂಟಲ್ಲ ಚೊನ್ನಿ ನಂಗೆ ಇದರ ವಿಷಯത്തിൽ വെറുതെക്ക് ಇದರ ಗೊತ್ತಿല്ലെങ്കിൽ ನಂಗೆ അപ്പറിപ്പറ ഫൈറ്റ് ആക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ ഈ ഒന്നാമത്തെ സിംറ്റംസ് അങ്ങനെ ഇങ്ങനത്തെ ചൊന്നെങ്കിൽ അങ്ക് കേൾക്കുക വേണ്ട പോലെ അത് കേൾക്കില്ല. കേൾക്കാത്ത കൊണ്ട് ഇങ്ങ ലൗഡ്, അതായത് ജോറായിട്ടിക്കൂ ഇങ്ങ മുണ്ടരുത് അത് ഇതല്ല. അപ്പൊ അങ്ങനത്തത് ഏതെങ്കിലും ഞങ്ങൾ മക്കൾക്ക് അത് ഉണ്ടാണ്ടോന്ന് ജസ്റ്റ് നോക്കാം. രണ്ടാമത്തത് എന്തെങ്കിലും നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കുക നമുക്കാവില്ല. ഇതല്ല അവിടെ ആ റൂമോ പോയിട്ട് ആ റൂമിന്റെ കബാഡിന്റെ മേല് ആ ചെറിയൊരു പോട്ടുണ്ട്, ಅದರ ഉൾಗತ್ತ താക്കോൽ എടുത്തോണ്ട് വാല ಅವನು ರೂಮ್ ತೊಳ್ಕೊಂಡ ಎಂದರೆ ಚಂದೆ ಎಂದರಿಲ್ಲಮ್ಮ ഈ ടൈപ്പിൽ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം കണ്ടെങ്കിൽ ഈ കിടാവുക സംതിങ് ഇയർ പ്രോബ്ലംസ് ಉಂಟು ನಂಗದರೆ ಬೇಗ ನಂಗೆ ಅರ್ಥ ಹಾಕೋಗು ಅದಾವ. ಕಾರಣ ಏನು ಇದರ ನಂಗೆ ಅರ್ಥ ಹಾಕಿല്ലെങ്കിൽ സ്കൂളിലായെങ്കിലും അങ്ങ ഈ യാറത്തെ ക്വാണ്ടിറ്റി ഉള്ള സ്കൂളിലുള്ള മക്കായെങ്കിൽ, അതായത് സ്കൂളിൽ കുറെ ക്വാണ്ടിറ്റി ഉള്ള സ്കൂളായെങ്കിൽ ചിലപ്പോ ഓൺ ലാസ്റ്റ് ബെഞ്ചിലായിട്ട് ഓണക്ക് അത് കേൾക്കുക കേൾക്കല്ലേ ഓണു ഇനി അവന് കേൾക്കറെങ്കിൽ പോലും അവന്റെ കൈ അവന് കേൾക്കറದ್ರ അവന്റെ ഇഷാരത്ത് അത് ഇതല്ല ഈ ടൈപ്പിലായിട്ട് ഇങ്ങനെ ആക്കറേ അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനത്തത് എന്തെങ്കിലും സിംറ്റംസ് അത് ഇതെല്ലാം കണ്ടെങ്കിൽ ആസ് എ പാരൻസ് ചൊല്ല രീതിയിൽ അങ്ങെന്തരാക്കണു നല്ല ഒരു ഇയർ അതിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ENT പോയിട്ട് ഞങ്ങൾ കാട്ടിട്ട് അതുക്കുള്ള സൊല്യൂഷൻ എന്തിനുണ്ട് ഞങ്ങൾ. അതല്ലെങ്കിൽ നാ ചൊന്നല്ലേ ഈ സ്കൂളിൽ അങ്കത് ഇത് എല്ലാം ചൊല്ലത് അങ്കൊന്നും കേൾക്കില്ല. അങ്ക് ബേനായ പോലെ ക്ലാരിറ്റി ഇക്കില്ല. ಅದರ ಪಾದಿ ಆ ഒരു ടൈപ്പിലുള്ളത് എന്തെങ്കിലും പോയിട്ട് ಅದರ ಕಾರಣ കൊണ്ടിട്ടു ಅವನಿಗೂ സ്കൂളിലു അവന്റെ ക്ലാസ് ലെവലിലുള്ള പെർഫോമൻസ് അത് ഇത് എന്തും ಅವನಿಗೂ നേടുക ആവല്ലത്, ಅದರ ಅಚೀವ್ ಹಾಕೋಗ ಅವನಿಗೆ ಆವಲ್ಲದು.
അതിനെ കാരണം കൊണ്ടിട്ട് കുറെ ഈ കിടാവ് പറച്ചൽ തിന്നേണ്ടി വരും, അടി തിന്നേണ്ടി വരും. അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് അങ്ങനെ ബായരും കുറെ നെഗറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ഇങ്ങനെ കുറെ ഇങ്ങനെ കേൾക്കണം. അപ്പൊ കാരണം കൊണ്ടിട്ടു ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അതാണ് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചൊല്ല, ഇതെല്ലാം കറക്റ്റ് ഞങ്ങൾ ഒബ്സർവ് ആക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിരെ എന്തൊരു പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഇതിരെ തിരിച്ചറിഞ്ഞെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് ഈ ಬಂಗಾರ കൊണ്ട്. ഇനി അതല്ലെങ്കിൽ ಇದರ ಬಗ್ಗೆ എന്തെങ്കിലും ഡൗൺ 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 ഡൗൺ. അപ്പൊ ഇയർ സംബന്ധമായിട്ടുള്ള അത് എന്തിനുണ്ട് ഞങ്ങൾ പഠിച്ച അല്ലേ. ഇനി ഞങ്ങൾ പഠിക്കുള്ളത് ചില മക്കൾക്ക് എപ്പിലെപ്സിയുള്ള മക്കൾക്കാണ്, അതായത് പിഡ്സ് ഇടയ്ക്കിടയ്ക്ക് ആയോണ്ടിക്കിற മക്ക, അതും കിടാവേറ്റിക്കിற ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ. കിടാവുര കാരണം കൊണ്ടിട്ടു കിടാവ് എന്തൊരു പഠിപ്പിലും ബാക്ക്വേർഡ് ആയിട്ട് പോകണം. അപ്പൊ ഈ എപ്പിലെപ്സി ചൊന്നെങ്കിൽ അതിൽ ഞങ്ങൾ ഒന്നുകൂടി ഞങ്ങൾ ഈ പിഡ്സ് ഉണ്ടല്ലോ ചൊല്ലണ ഞങ്ങളുടെ ഭാഷയിലല്ല. ഓക്കെ, അപ്പൊ ഈ എപ്പിലെപ്സി അത് ഇതെല്ലാം ഇല്ല മക്കൾക്കെങ്കിൽ അത് ഞങ്ങൾ ഒന്നുകൂടി ഡീപ്പായിട്ട് ഞങ്ങൾ പഠിക്കും. ഒന്ന് ചൊന്നെങ്കിൽ ചില മക്കൾക്ക് ഒരു 5 വർഷത്തെ ഇടയിൽ പണി വന്നപ്പ ചില ആൾമാർ പിടിച്ചാവും. അവർ ഇത് അത് പിടിച്ചിടെ കുറെ ടൈപ്സ് ആയിട്ടുണ്ട്. പണി വന്നപ്പ ഈ ടൈപ്പിൽ ഇങ്ങനെ ബെറക്കറെ, പിന്നെ ഇങ്ങനെ നൊറബണ്ടേ, ആ ഒരു ടൈപ്പിലുള്ളത് അത് ഇതല്ല നീ കണ്ടിട്ടിക്കുവാറതില്ല. അതല്ലെങ്കിൽ ഈ കിടാവു യാറത്ത അർസ വന്നപ്പ ആ ഒരു ടൈപ്പിലല്ല ബണ്ട്. അപ്പൊ ഈ 5 വർഷത്തെ ഇടയിൽ എപ്പെങ്കിലും ഇങ്ങനെല്ലാം ആയിട്ട് അതിന് പിന്നെ ഇത് കണ്ടിന്യൂ ആയിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അതിലെല്ലാം ഞങ്ങൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കണുണ്ടെന്നില്ല. അപ്പൊ അതവിടെ ഡോക്ടർമാരെ സജഷൻ തണ്ടാറ് ഓണുಗು ಈ ಕಿಡಾವುಗೆಂದ್ರೆ പണി ಬಂಡ മുന്നോളിಗೆ അല്ലെങ്കിൽ ആ പണിയുടെ തെല്ല അവർ ഇത് കണ്ടപ്പനെ അവർ ചെറിയൊരു ടാബ്ലറ്റ് അങ്ങ് തണ്ടാറ്, ചെറിയത് അല്ലെ. നിങ്ങൾക്കെല്ലാം കണ്ടിട്ട് ഇക്കുവാറ് അതിൽ എക്സ്പീരിയൻസ് ആയ കുറെ പേരൻസ് എല്ലാം ഇക്കുവാറ്. അപ്പൊ അതൊന്ന് ഞങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി, അതായത് ഓവർ പണിയുടെ ക്വാണ്ടിറ്റി കൂടാത്ത പോലെ ഞങ്ങൾ ഒരു കീപ്പാക്ക ചൊല്ലത്. ഇനിയിപ്പോ ഞങ്ങളെ ഈ പഠിപ്പര മാറ്റർക്ക് അത് ഇതൊക്കെല്ലാം പണ്ടിച്ചെന്നെങ്കിൽ 5 years ആയിട്ടും പിന്നെയും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഈ എപ്പിലെപ്സി വന്നോണ്ടിരുന്നെങ്കില്, പിഡ്സ് വന്നോണ്ടേ ഇന്നെങ്കില് അത് ഞങ്ങ സീരിയസ് ആയിട്ടേ എടുക്കും. കാരണം അവിടെ ഇതിരെ പ്രശ്നിച്ചെന്നെങ്കില് കിടാവുരെ ബ്രെയിനില് ഓടമ സംതിങ് സ്ക്രാച്ച് ആയ കാരണം കൊണ്ടിട്ടേറ്റിക്കറ് ഈ കിടാവുകു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചായിട്ടിക്കറ്. അതവിടെ ആരെയും നഗ പലക്ക അവിടെ കേൾക്കൂത്തര. അവിടെ നല്ല എപ്പിലെപ്സിയില് സ്പെഷ്യലൈസ് ആയിട്ടുള്ള നല്ല ഇതിരെ ഡോക്ടറെ പോയിട്ട് കാട്ടിട്ട് അത് ചിലപ്പോ അങ്ങ് എന്തൊരു ഫസ്റ്റ് ചില MRI എല്ലാം എടുക്കുകയല്ല ചൊല്ലുവാർ. അതെല്ലാം എടുക്കേണ്ടി വരും, അതിന്റെ പ്രോസസ് അതേ റൂട്ടിൽ പോണ്ടി വരും. അങ്ങ എന്തൊരു ചൊല്ലാറ് അതേ റൂട്ടിൽ അതിരെ പോണ്ടി വരും. കാരണം ಅದರದಲ್ಲಿ ಗೊತ್ತಾವರು ಇದು ಎವಡೆ ಸ್ಕ್ರಾಚಿ ಎವಡೆ ಎಂದರೆ ಓಡ ಸಮಸ್ಯೆ ಉಲ್ಲೇಖ ಅಂದ್ಬಿಟ್ಟು അതിലെല്ലാം കറക്റ്റ് നമുക്ക് അർത്ഥ ആക്കുക ആരോഗ്യ ഡോക്ടർക്ക്. അത് കൊത്തുട്ടൈറ്റിക്കു ചിലപ്പോ ടോണിക് തരും, അതല്ലെങ്കിൽ ടാബ്ಲೆറ്റ് തരും. അത് ഇത്ര ടൈം കുടിക്കുക ചൊല്ലു. അതിൽ ഒരു നാളും ഞങ്ങൾ വിടാണ്ട് ഞങ്ങൾ ആക്കിടാവുക കൊടുത്തോണ്ടേ വേണം. കാരണം ആ ടാബ്ಲೆറ്റ് അല്ലെങ്കിൽ ആ ടോണിക് ആയിട്ട് കയറി ഈ കിടാവര് അത് അവിടുത്തെ ഇങ്ങനെ മാനേജ് ആക്കി കൊണ്ടുപോകേണ്ട ഒരു സാധനം. അപ്പൊ അക്കാരനെ കൊണ്ടിട്ടു ആ ഒരു വിഷയവും ഞങ്ങൾ നല്ല സീരിയസ് ആയിട്ടേ എടുക്കും. ഇനി അതല്ല ചിലതില് ചൊന്നെങ്കിൽ ഈ ആക്ട് ആക്കിற കുറെ ടീംസ് അല്ല അത് ചെല്ല വലിയ മക്കളുടെ അത് ചൊന്നെങ്കിൽ സ്കൂളിലും
അങ്ക് വേണ്ടതുപോലെയുള്ള പെർഫോമൻസ് അത് ഇതെല്ലാം അങ്ക് വേണ്ട പോലെ ആക്കുകയില്ല. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് കുറേ അങ്ക് ഹോംവർക്ക് അത് ഇതെല്ലാം കൊടുത്തിട്ടിക്കറ് ഓണതിരാക്കിട്ടിക്കല്ലേ. അതിൽ ചില മക്ക എന്തിനാക്കാറ് ಈ ಅವರು ಟೀಚರ್ಸ್ ಪೀರಿಯಡ್ಸ್ ಆಂಬತ್ತುಗು ಬೇರೆ ಪುತ್ತೂರು ನಕ್ಕೆ ಬೇರೆ ನಂಬಲ್ ಅವರು ಆ ഒരു ಕಾರಣ ചൊന്നിട്ടങ്ങ് എന്തിനാ അവർ മുങ്ങറ. ചില മക്കൾ ഇതിപ്പോ ഇതിന്റെ ഇടയിലുള്ള ഒരു ബന്ധ ഒരു കേസ് ആയിട്ടിരിക്കരുത്. ആ ഒരു ടൈമിൽ എന്തിനാക്കറേ ഈ എപ്പിലെപ്സി പോലെ ആക്ട് ആക്കറേ. എന്തിരമ്മ അവർ ഇതെല്ലാം പൊപ്പെല്ലാം ഇട്ടിട്ട് ആറാമാറാക്കിയിട്ട് ആ മുഞ്ഞാന്ത് വന്ന ടീച്ചർ ഇത് ക്ലൈന്റ് അടുത്ത് ആക്കിടാവും ചെന്നെങ്കിൽ 7-8 ക്ലാസ്സിൽ പഠിക്കണം. അത്യാവശ്യം ഒരു ടീനേജ് അത് ഇതൊക്കെല്ലാം എത്തിക്കിടാവല്ലേ. ഇത് പോയിട്ട് ടീച്ചർ ഡെസ്ക് അത് ഇതൊക്കെല്ലാം അടിച്ചിട്ട് ടീച്ചർക്കെല്ലാം പട്ടാണ് എല്ലാം അടി അത് ഇത് ലാസ്റ്റ് ഇതിൽ ഈ കിട അവർ കൊണ്ടുപോയിട്ട് അത് ഇത് എല്ലാം നോക്കും. പിന്നെന്താ ഇത് എപ്പിലെപ്സി ಅದರ ಇದರ ಸಿಂಪ್ಟಮ್ಸ್ ಅದು ಇದೆಲ್ಲ ಡಾಕ್ಟರ್മാർക്ക് എന്തും കണ്ടുമില്ല. അവന് പിന്നെയും പിത്യാണ്ടല്ല അതിൽ പിത്യാണ്ടും ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ സ്കൂള് പറഞ്ഞിട്ട് സ്കൂളിൽ അങ്ങനെ സജഷൻ കൊടുത്താറ് കുറേ നാള് റെസ്റ്റ് എടുത്തിട്ട് അതിൽ ട്രീറ്റ്മെന്റ് എല്ലാം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിറ്റേ നാളും കുറേ നാൾ അത് ഇതെല്ലാം ആയിട്ട് സ്കൂളുകളിൽ ഒരു 4 നാളെല്ലാം സരി വന്ന പിന്നെയും അങ്ങനത്തെ ഹോംവർക്ക് അത് ഇതെല്ലാം കിട്ടുമോ തുടങ്ങിയിട്ട് അത് ഇതരും അത് പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ആ ഒരു ഇതെല്ലാം ആയിട്ട് പിന്നെ ഓടെങ്കിലും സൈക്കോളജിസ്റ്റ് കാട്ടോറ് അത് ഇത് കാട്ടോറ് ചെന്നിട്ടു ലാസ്റ്റ് ഞങ്ങളെ ഇൻലൈറ്റ് വന്നിട്ട് നോക്കുമ്പോൾ ഈ കിട ഒരു അവസ്ഥ എന്തേ അവನು ಎಲ್ದೋ ಓದು ಅವನ ಕ್ಲಾಸ್ ಲೆವೆಲ್ ഒന്നും ഇല്ല. അവിടെ എങ്കില് അവന് ഓപ്പൺ ആയിട്ട് ഞങ്ങളുടെ ചൊല്ല എന്തൊരു സാറ് അവൻ ഞങ്ങ നേരിച്ച് ഞങ്ങൾക്ക് ഇത്ര ഹോംവർക്ക് തണ്ടാറ് ഞങ്ങ ഇത് വെറുതെക്ക് ഗുജിറങ്ക് ബുക്കാക്കണുണ്ടല്ലാണ്ട് ഞങ്ങ ഇത് എൽതി എന്തിനുണ്ട് ഞങ്ങൾക്ക് എടുത്തതിന്റെ അർത്ഥമില്ല. അതിര പോലും അങ്ങ് അർത്ഥാക്കില്ലേ. അങ്ങ് ഇത്ര നാൾക്ക് ഇത്ര ഹോംവർക്ക് അത് ഇത് എല്ലാം ആക്കോത്തണ്ടാറ്. ഇത് ഞങ്ങ എന്തിനേട്ട് ആക്കരേ സാറ്. ലാസ്റ്റ് ഞാനിങ്ങനെ മേയ്ക്കും ചെല്ല ഓപ്പൺ ആയിട്ട് എല്ലാം പോണു ഉള്ള പിടിപ്പാട്ടിട്ടെല്ലാം ചെന്നിട്ടു അതിപ്പോ ആക്കിയിടാവും. ഇപ്പൊ റെമഡിയിലുണ്ട് അവനുക്ക് ബേസിക് കൺസെപ്റ്റ് ഇപ്പം ഒരു ആ ഒരു ആക്ടിവിറ്റിയിൽ അവನು ബംഗാറ് നല്ല ആക്റ്റീവായിട്ട് നല്ല ഉഷാറായിട്ട് ആ ബംഗാറ് വന്നോണ്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല റീഡിങ് റൈറ്റിംഗ് അത് ഇതിലെല്ലാം നല്ല ഇംപ്രൂവ്മെന്റ് ആയിട്ട് അവനുക്ക് ഇപ്പൊ എപ്പിലെപ്സി അത് ഇതെല്ലാം ഉണ്ടാ എന്തും ഇല്ല. അത് എപ്പിലെപ്സി അല്ല, അത് ഒറിജിനൽ അല്ല, അത് ആക്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം കൂടി ഞങ്ങ അർത്ഥാക്കരുത് എന്നല്ലേ. അപ്പൊ എപ്പിലെപ്സി റിയൽ ഉണ്ടോ ആക്റ്റും ഉണ്ടോ. അപ്പൊ റിയൽ ഏത് അത് ഇതെല്ലാം അർത്ഥാക്കിയെങ്കിൽ അത് കറക്റ്റ് അർത്ഥാവറ്. ഞങ്ങൾക്ക് ഏത് കറക്റ്റ് ആ ഒരു വൈബ്രേറ്റ് ചിലപ്പിക്കറ് അല്ലെങ്കിൽ സ്റ്റക്ക് വലിക്കറ് ഈ ഇതില് എല്ലാം കറക്റ്റ് ഇങ്ങനെ നൊര ആ ഒരു ടൈപ്പിലെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേക്കറ്. ഇതിലായെങ്കിൽ ആക്റ്റിലായെങ്കിൽ അങ്ങ് തുപ്പുനീര് വേണ്ടി ഇങ്ങനെ ആക്കിയിട്ട് ആ ഒരു ടൈപ്പിലാക്കറാണ്. അപ്പൊ ആക്കിടാവുന്നതിലും ഇതിനിടയ്ക്ക് വന്നില്ല ആ കേസ് എഴുതുന്നു അങ്ങനെ അന്ന് ഇങ്ങനെ ആ ഒരു ടൈപ്പിലുള്ളത് ആക്കിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തിലും ഞങ്ങളെ മക്കളെ പഠിപ്പുകൂ ബാക്ക്വേർട്ട് ആവുകൂ ഇങ്ങനെയും ഇങ്ങനത്തെ ഒരു റീസൺ ഉണ്ട് ചെന്നിട്ട് ഞങ്ങൾ അർത്ഥാക്കരുത് എന്നല്ലേ. അപ്പൊ ಇದರ ಬಗ್ಗೆ എന്തെങ്കിലും ഡൗട്ട്സ് അത് ഇതല്ല എന്നെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടറു, ಅದಕ್ಕುള്ള ആൻസറും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നൈസ് ടു മീറ്റ് യു, സീ അഗൈൻ, ബൈ.